Hi friends, welcome back to my channel Sims Nurses Corner. നമ്മളുടെ കേരള PSC സ്റ്റാഫ് നഴ്സ് ക്വസ്റ്റിൻ്റെ എക്സാം ക്രാക്ക് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് ക്രാക്ക് പോയിന്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ്, ദ ടേം നഴ്സിംഗ് പ്രോസസ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ. നഴ്സിംഗ് പ്രോസസ് വേർഡ് ഫസ്റ്റ് യൂസ് ചെയ്തത് ആരാണ്? ലിഡിയ ഹാൾ. ഓക്കെ, ലിഡിയ ഹാൾ. നെക്സ്റ്റ്, മെഷർമെന്റ് ഓഫ് ഒബ്സ്റ്റട്രിക്കൽ കോൺജുഗേറ്റ് ഈസ്. ഒബ്സ്റ്റട്രിക്കൽ കോൺജുഗേറ്റിൻ്റെ മെഷർമെൻറ്റ് 10.5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 10.5 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ്, ലാസ്റ്റ് കാർഡിനൽ മൂവ്മെൻറ്റ് ഓഫ് ഫീറ്റൽ ഹെഡ് ഡ്യൂറിങ് നോർമൽ ലേബർ. ലാസ്റ്റ് കാർഡിനൽ മൂവ്മെൻറ്റ് ഓഫ് ഫീറ്റൽ ഹെഡ് ആണ് ചോദിച്ചിരിക്കുന്നത് ഡ്യൂറിങ് നോർമൽ ലേബർ, ദാറ്റ് ഈസ് എക്സ്റ്റേണൽ റൊട്ടേഷൻ. ഈ മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാൻ മനസ്സിലാവും. Next, the statement of predictor relationship between two or more variables. Predicted relationship between two or more variables is hypothesis. Okay, നമ്മൾ hypothesis എപ്പോഴും അസസ് ചെയ്യുന്ന രണ്ട് അല്ലെങ്കിൽ അതിലധികം വേരിയബിൾസ് വെച്ചുകൊണ്ടായിരിക്കും. ഓക്കെ, അതിനെയാണ് hypothesis എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, among the functions of management, the function that deal with the measurement and correction of performance of persons against standard. അതായത് എഗെയിൻസ്റ്റ് സ്റ്റാൻഡേർഡ് പെർഫോം ചെയ്യുന്ന പേഴ്സണിനെ കറക്റ്റ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന ആ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ ഏതാണ്? കൺട്രോളിങ്. ഓക്കെ, കൺട്രോളിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ദ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾ കെയിം ഇൻ ടു എൻഫോഴ്സ്മെൻറ്റ് ഇൻ 1998. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് എൻഫോഴ്സ് ചെയ്ത ഇയർ 1998 ആണ്. ഇമേജ്, പാലക്കാടുള്ള ഇമേജ് ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്ക് കേരളത്തിൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, the most frequently occurring value among the given set of data. Most frequently occurring value ആണ്. ഓക്കെ, ദാറ്റ് ഈസ് മോഡ്. ഓക്കെ, മീൻ മോഡ് ഒക്കെ കേട്ടില്ലേ, അതിൻ്റെ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് വാല്യൂ ഏതാണ്? മോഡാണ്. അതായത് റിപ്പീറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു 10, 20 അങ്ങനെ 10, 20, 30, 40, 50 അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാല്യൂ 10 ആണ്. ആ ഒരു 10 എടുക്കുന്ന ഒരു കൺസെപ്റ്റാണ് മോഡ്. ഓക്കെ, നെക്സ്റ്റ്, പോസ്റ്റ്നേറ്റൽ പീരിയഡ് മീൻസ് പോസ്റ്റ്നേറ്റൽ പീരിയഡ്സ് എത്ര ദിവസം? ആഫ്റ്റർ ഡെലിവറി ടു 42 ഡേയ്സ് ആണ്. ആഫ്റ്റർ ഡെലിവറി ടു 42 ഡേയ്സിനെയാണ് പോസ്റ്റ്നേറ്റൽ പീരിയഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, റൗണ്ട് വേം കോസ്ഡ് ബൈ. നേരത്തെ ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്, അസ്കാരിയാസിസ്. റൗണ്ട് വേം കോസ്ഡ് ബൈ അസ്കാരിയാസിസ്. നെക്സ്റ്റ് വൺ, ഡിസിൻഫെക്ഷൻ മീൻസ് ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഫെഷ്യസ് ഏജന്റ്. ഇതിനകത്ത് ബാക്ടീരിയോസിഡലും ഉണ്ട്, ബാക്ടീരിയോസ്റ്റാറ്റിക്കും ഉണ്ട്. ബാക്ടീരിയോസിഡൽ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ കില്ല് ചെയ്യുന്നതും, ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യുന്നതും. ഓക്കെ, നേരത്തെ പറഞ്ഞ മെക്കാനിസം ഓഫ് ലേബർ ഒന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് എൻഗേജ്മെൻ്റ് ആണ്, ദെൻ ഡിസെൻറ്റ്, ഫ്ലക്ഷൻ. ഫസ്റ്റ് പെൽവിസിലേക്ക് ഫീറ്റൽ ഹെഡ് എൻഗേജ് ചെയ്യും, അത് കഴിഞ്ഞ് ഡിസെൻഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഹെഡ് ഒന്ന് ഫ്ലെക്ഷൻ ആവും, അത് കഴിഞ്ഞിട്ട് ഹെഡിൻ്റെ ഇൻറ്റേർണൽ റൊട്ടേഷൻ നടക്കും, ദെൻ എക്സ്റ്റൻഷൻ ഓഫ് ഹെഡ് ഉണ്ടാവും, അത് കഴിഞ്ഞ് എക്സ്റ്റേണൽ റൊട്ടേഷൻ. ഇതാണ് നമ്മുടെ ഹെഡിൻ്റെ ലാസ്റ്റ് മൂവ്മെൻറ്റ് ഇതാണ്. ഓക്കെ, ദെൻ എക്സ്പൾഷൻ. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുക, ഒരു ന്യൂമോണിക്സ് ഉണ്ട്. എവറി ഡാൺ ഫോൾ ഇൻ ഈജിപ്റ്റ് ഈറ്റ്സ് റോ എഗ്സ്. ഓക്കെ, എവറി ഡാൺ ഫോൾ ഇൻ ഈജിപ്റ്റ് ഈറ്റ്സ് റോ എഗ്സ്. ഓക്കെ, every engagement, dawn, descent, F flexion, internal rotation, extension, external rotation, expulsion. Okay, next നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്ലിക് കോൺജുഗേറ്റ് അല്ലേ, അതിൻ്റെ അതെങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് അതൊന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ഫസ്റ്റ് നമുക്ക് എത്ര മെഷർമെൻ്റ് ആണുള്ളത്? ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റർ, ഒബ്ലിക് ഡയമീറ്റർ, ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ, അങ്ങനെ 3 ഡയമീറ്റർ ആണുള്ളത്. ഇത് പെൽവിസിൻ്റെ ബ്രിം, ക്യാവിറ്റി, ഔട്ട്ലെറ്റ്, അങ്ങനെ 3 പാർട്ടാണ്. പെൽവിസ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ പെൽവിസ് ഇങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും അപ്പർ പാർട്ട് ബ്രിം ആണ്. ഓക്കെ, ഈ അപ്പർ പാർട്ട് ബ്രിം ആണ്. ഇനി മിഡിൽ പാർട്ടാണ്, ഇവിടെ ഒരു മിഡിൽ പാർട്ട് മെഷർ ചെയ്യുമ്പോൾ അതിന് ക്യാവിറ്റി എന്ന് പറയും. ലോവർ പാർട്ട് ഔട്ട്ലെറ്റ്, അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ 3 മെഷർമെൻ്റ് ഉണ്ട്. ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്ററും ഒബ്ലിക് ഡയമീറ്ററും ട്രാൻസ്വേഴ്സ് ഡയമീറ്ററും. ഈ 3 ബ്രിമ്മിനും ക്യാവിറ്റിക്കും ഔട്ട്ലെറ്റിനും അങ്ങനെ 3 ഡയമീറ്റർ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബ്രിം ഓർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട്. ആൻഡ്രോ പോസ്റ്റീരിയർ, ഒബ്ലിക്, ട്രാൻസ്വേഴ്സ്, ഇതേ ഒരു ഓർഡറിൽ പഠിച്ചു വയ്ക്കുക. ബ്രിമ്മിൻ്റെ മെഷർമെൻറ്റ് 11, 12, 13 സെൻറ്റിമീറ്റർ. ഓക്കെ, 11, 12, 13. ആൻഡ്രോ പോസ്റ്റീരിയർ 11, ഒബ്ലിക്ക് 12, ട്രാൻസ്വേഴ്സ് 13. ഇനി ക്യാവിറ്റിയുടെ 3 സെയിം ആണ്, 12, 12, 12 ആണ്. ഓക്കെ,
ക്യാവിറ്റി 12, 12, 12 ആണ്. ഇനി ഔട്ട്ലെറ്റിൻ്റെ തിരിച്ച് 13, 12, 11. ഓക്കെ, ഇവിടെ 11, 12, 13 ആണെങ്കിൽ ഔട്ട്ലെറ്റിൻ്റെ 13, 12, 11 ഇങ്ങനെയാണ്. ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റർ, ഒബ്ലിക് ഡയമീറ്റർ, ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ. AOT എന്ന് ഓർത്തുവയ്ക്കുക. AOT ആൻഡ്രോ പോസ്റ്റീരിയർ ഒബ്ലിക് ട്രാൻസ്വേഴ്സ് അങ്ങനെയാണ്. ഓക്കെ, ബ്രിം, ക്യാവിറ്റി, ഔട്ട്ലെറ്റ്. ഇതിനകത്ത് ഡയമീറ്റർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ആൻഡ്രോ പോസ്റ്റീരിയർ അല്ലെങ്കിൽ ട്രൂ കോഞ്ചുഗേറ്റ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്രം സേക്രൽ പ്രൊമാൻഡറി. സേക്രൽ പ്രൊമാൻഡറി നമുക്കറിയാമല്ലോ, രണ്ട് പെൽവിസ് ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗമാണ് സേക്രൽ പ്രൊമാൻഡറി വരുന്നത്. ഇതിനെയാണ് സേക്രൽ പ്രൊമാൻഡറി എന്ന് പറയുന്നത്. ഓക്കെ, സേക്രൽ പ്രൊമാൻഡറി ടു സുപ്പീരിയർ മാർജിൻ ഓഫ് പ്യൂബിസ്. പ്യൂബിസ് എവിടെയാണ്? നമ്മുടെ ഫ്രണ്ട് ഈ പെൽവിസ് വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് പ്യൂബിസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്യൂബിസ് ഈ ഒരു പാർട്ടാണ് പ്യൂബിസ് എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള ഈ ഒരു പാർട്ട് ഇതിനെയാണ് ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഫ്രം സേക്രൽ പ്രൊമാൻഡറി ടു സുപ്പീരിയർ മാർജിൻ ഓഫ് പ്യൂബിക് സിംഫസിസ്, ദാറ്റ് ഈസ് 11.5 സെന്റിമീറ്റർ. ട്രൂ കോഞ്ചുഗേറ്റിന്റെ ഡയമീറ്റർ ചോദിക്കാറുണ്ട്, 11.5 സെന്റിമീറ്റർ. ഇനി ഡയഗണൽ കോഞ്ചുഗേറ്റ് 12 സെന്റിമീറ്റർ ആണ്. അത് സേക്രൽ പ്രൊമാൻഡറി ടു ഇൻഫീരിയർ മാർജിൻ. നേരത്തെ സുപ്പീരിയർ മാർജിൻ ആണെങ്കിൽ സേക്രൽ പ്രൊമാൻഡറി ടു ഇൻഫീരിയർ മാർജിൻ ഈ ഒരു പാർട്ട് ഇങ്ങനെ ഈ ഇതൊരു പാർട്ടാണ്, അത് 12 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒബ്സ്റ്റൻട്രിക് കോഞ്ചുഗേറ്റ്, അത് സേക്രൽ പ്രൊമാൻഡറി ടു നിയറസ്റ്റ് പോയിന്റ് ഓൺ പോസ്റ്റീരിയർ സർഫസ് ഓഫ് ദി പ്യൂബിസ്. നിയറസ്റ്റ് പോയിന്റ് പോസ്റ്റീരിയർ പ്യൂബിസിന്റെ പോസ്റ്റീരിയർ സർഫസ്, ഈ ഔട്ട്സൈഡ് കാണുന്ന ഔട്ട്സൈഡിലുള്ള സർഫസുമായിട്ടുള്ള നിയറസ്റ്റ് പോയിന്റ്, അതാണ് ഒബ്സ്റ്റൻട്രിക് കോഞ്ചുഗേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 10.5 സെന്റിമീറ്റർ ആണ്. 10.5 സെന്റിമീറ്റർ. Then transverse diameter is the largest diameter, that is 13.5 centimeter. Widest distance across the pelvic rim. Pelvic brimന്റെ widest distance ആണ് ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ. ഓക്കെ, ഇത് ഓരോ ഡയമീറ്ററും ഇമ്പോർട്ടൻ്റ് ആണ് വാല്യൂ. The ICDS program was started in the year 1975. Okay, repeated question ആണ്. ICDS program was started in the year 1975 ആണ് ICDS program start ചെയ്തത്. Next one, anti-D to be given to RH negative mother with a RH positive baby is within. അതായത് RH negative മദറിന് RH positive baby ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര അവേഴ്സിനുള്ളിൽ നമ്മൾ ആൻറ്റി-ഡി ഇഞ്ചെക്ട് ചെയ്യണം? 72 അവേഴ്സിനുള്ളിലാണ്. ഓക്കെ, 72 അവേഴ്സ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ അറിയാമല്ലോ. RH നെഗറ്റീവിന് RH പോസിറ്റീവ് ബേബി ഉണ്ടാകുന്ന സമയത്ത് നെക്സ്റ്റ് ഫീറ്റസിന് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ്, ദ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് വജൈന ഡ്യൂറിംഗ് പ്രഗ്നൻസി. ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് വജൈന ഡ്യൂറിംഗ് പ്രഗ്നൻസി ഈസ് കാൾഡ് ചാഡ്വിക് സൈൻ. ചാഡ്വിക് സൈൻ, ഇതിനകത്ത് നമുക്ക് കുറച്ച് സൈൻസ് ഉണ്ട്. ചാഡ്വിക് സൈൻ, ഹെഗാർഡ് സൈൻ, ഓസിയാൻഡർ സൈൻ, അങ്ങനെ 3-4 സൈൻസ് ഉണ്ട്. അത് നമ്മൾ നോക്കി വെക്കണം, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് എന്തെങ്കിലും ന്യൂമോണിക്സ് ഇട്ട് പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ ആ ഓപ്ഷൻ തരുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂസ്ഡ് ആയി പോകും. നെക്സ്റ്റ് വൺ, ദി യൂട്രൈൻ ഫണ്ടസ് റീച്ചസ് സിഫി സ്റ്റേർണം അറ്റ്. യൂട്രൈൻ ഫണ്ടസ് സിഫി സ്റ്റേർണം വരെ എത്തുന്ന ഏത് വീക്സിലാണ്? 38 അല്ല, 36 വീക്സ് ആണ്. ഓക്കെ, 36 വീക്സിലാണ് യൂട്രൈൻ ഫണ്ടസ് സിഫി സ്റ്റേർണത്തിലെത്തുന്നത്. 36 വീക്സിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദി ഫെർട്ടിലൈസ്ഡ് ഓവം ഡിവൈഡഡ് ഇൻറ്റു ക്ലസ്റ്റർ ഓഫ് സെൽസ്. അതായത് നമ്മൾ ഈ മുന്തിരിക്കൊല പോലെ ക്ലസ്റ്റർ ഓഫ് സെൽസ് ആയിട്ട് മാറുന്ന ഒരു സെൽസ് ആവുന്ന ആ ഒരു സെൽസിന് എന്താ പറയുന്നത്? മോറിലയാണ്. ഓക്കെ, ഫെർട്ടിലൈസ്ഡ് ഓവം ഡിവൈഡ്സ് ഇൻറ്റു എ ക്ലസ്റ്റർ ഓഫ് സെൽസ് ഈസ് കാൾഡ് മോറില. നെക്സ്റ്റ് വൺ, ദി ക്ലിനിക്കൽ തെർമോമീറ്റർ ഡിസിൻഫെക്റ്റഡ് യൂസിങ് ഡെറ്റോൾ അറ്റ് ദി സ്ട്രെങ്ത്. ക്ലിനിക്കൽ തെർമോമീറ്റർ ഡെറ്റോളിൽ എത്ര സ്ട്രെങ്തിലാണ് ഡിസിൻഫെക്ട് ചെയ്യുന്നത്? 1:40 for 5 minutes. ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നോക്കുക, 1:40 ഓർത്ത് വയ്ക്കുക, 5 minutes ഓർത്ത് വയ്ക്കുക. അതിനകത്ത് ഓപ്ഷനിൽ 1:40 3 minutes ഉണ്ടാവും, 5 minutes ഉണ്ടാവും. അതുപോലെയാണ് 1:20 3 minutes ഉണ്ടാവും, 5 minutes ഉണ്ടാവും. 1:20 സാവലോണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ ഒബ്സർവ്ഡ് ബിഹേവിയർ ഓർ ഇൻസിഡൻറ്റ് ഈസ് നോൺ ആസ് അനക്ഡോട്ടൽ റെക്കോർഡ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മുടെ ക്ലിനിക്സിലായാലും എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അനക്ഡോട്ടൽ റെക്കോർഡിലാണ് അത് നോട്ടിഫൈ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ ഒബ്സർവ്ഡ് ബിഹേവിയർ ഓർ ഇൻസിഡൻറ്റ് ഈസ് നോൺ ആസ് അനക്ഡോട്ടൽ റെക്കോർഡ്. നെക്സ്റ്റ് വൺ, മാൻഡോട്ട് ടെസ്റ്റ്. മാൻഡോട്ട് ടെസ്റ്റ് വാസ് ഡെവലപ്ഡ് ഇൻ ദി ഇയർ 1907. 1907 മാൻഡോട്ട് ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. മാൻഡോട്ട് ടെസ്റ്റ് TB ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സൈറ്റ് ചോദിക്കാറുണ്ട്. ലെഫ്റ്റ് ഫോറാമിൻ്റെ ഇന്നർ പാർട്ടിലാണ് കൊടുക്കുന്നത്. ഓക്കെ, PPD പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ് ആണ് കൊടുക്കുന്നത്. 0.1 ml ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇതെന്താണ് നമ്മൾ ഐഡൻറ്റിഫൈ എന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ് ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റെ പ്രയർ എക്സ്പോഷർ ടു TB ആണെങ്കിൽ പേഷ്യൻ്റെ ബോഡിയിൽ ആൻറ്റിബോഡി ഉണ്ടാകും. അപ്പോൾ ഇതുമായിട്ട് റിയാക്ട് ചെയ്ത് ബ്ലബ് ഫോം ചെയ്യും. അതിനെയാണ് പ്രയർ എക്സ്പോഷർ ടു TB ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. Next one, theory of X and Y was proposed by Douglas McGregor.
Theory of X and Y was proposed by Douglas MacGregor. Next, the famous 14 principles of management is important. 14 principles of management Henry Fayol ആണ്. ഓക്കെ, ഹെൻറി ഫയലാണ് 14 principles of management ഡിറൈവ് ചെയ്തത്. നേരത്തെ പറഞ്ഞ ചാഡ്വിക് സൈൻ, ഹെഗാർ സൈൻ, ഗുഡൽ സൈൻ, ലാഡിൻ സൈൻ. ലാഡിൻ സൈൻ അങ്ങനെ അധികം ചോദിക്കാറില്ല. ദെൻ ഒരെണ്ണം കൂടിയുണ്ട് ഓസിയാൻഡർ സൈൻ. ഓക്കെ, ചാഡ്വിക് സൈൻ എന്താണ്? ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് ദി വജൈന. ദെൻ ഹെഗാർ സൈൻ എന്താണ്? സോഫ്റ്റനിങ് ഓഫ് യൂട്രസ് അറ്റ് ദി ജംഗ്ഷൻ ഓഫ് സെർവിക്സ് ആണ് ഹെഗാർ സൈൻ എന്ന് പറയുന്നത്. ഗുഡൽ സൈൻസ് സോഫ്റ്റനിങ് ഓഫ് സെർവിക്സ് ആണ്. ഓക്കെ, ഇനി ഓസിയാൻഡർ സൈൻസ് ഉണ്ട് ഇൻക്രീസ്ഡ് പൾസേഷൻ. ഇത് എന്തെങ്കിലും ഒരു ന്യൂമോണിക്സ് വെച്ച് പഠിച്ചു വെക്കണം. കാരണം ഒരു ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് വജൈന എന്നിട്ട് താഴെ ചാഡ്വിക് സൈൻ, ഹെഗാർ സൈൻ, ഗുഡൽ സൈൻ എല്ലാ ഓപ്ഷൻസ് വന്നിരിക്കും. നമ്മൾ ആ കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പോൾ അത് മറന്നു പോകാതെ നമ്മൾ എന്തെങ്കിലും വെച്ച് ഒരു ന്യൂമോണിക്സ് വെച്ച് പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ദി സൈൻസ് ഓഫ് പ്രഗ്നൻസി. സൈൻസ് ഓഫ് പ്രഗ്നൻസി എപ്പോഴും വരുന്നതാണ്. പ്രിസംറ്റീവ് സൈൻസ്, പ്രോബബിൾ സൈൻസ്, പോസിറ്റീവ് സൈൻസ്. അമംഗ് ദീസ് വിച്ച് ഓഫ് ദീസ് ഈസ് പ്രോബബിൾ സൈൻ അല്ലെങ്കിൽ പ്രിസംറ്റീവ് സൈൻ അങ്ങനെ ചോദിക്കാറുണ്ട്. പ്രിസംറ്റീവ് സൈൻ എന്ന് വെച്ചാൽ ചാൻസ് 50-50 ആണ്. അതാണ് പ്രിസംറ്റീവ് സൈൻസ് പറയുന്നത്. അമിനോറിയ, ഫറ്റീഗ്, നോസിയ ഡൗട്ട് ആണ്, ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സിംറ്റംസ് ആണ് പ്രിസംറ്റീവ് സൈൻസ്. പ്രസന്റ് ബസ്റ്റ് ചേഞ്ചസ്, ക്വിക്കനിങ്, യൂറിനറി ഫ്രീക്വൻസി അങ്ങനെയുള്ളത്. ഇനി പ്രോബബിൾ സൈൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞ ഗുഡൽ സൈൻ, ചാഡ്വിക് സൈൻ, ഹെഗാർ സൈൻ, ബലോട്ട്മെന്റ്, പോസിറ്റീവ് പ്രഗ്നൻസി ടെസ്റ്റ്, പ്രാക്സ്റ്റൺ ഹിസ് കൺട്രാക്ഷൻ എല്ലാം പ്രോബബിൾ സൈൻസ് ആണ്. ഇനി പോസിറ്റീവ് അല്ലെങ്കിൽ കൺഫർമേറ്ററി ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? ഫീറ്റൽ ഹാർട്ട് ടോൺസ് കേൾക്കുന്നത്, അതുപോലെ USGയിൽ ഫീറ്റസിനെ വിഷ്വലൈസ് ചെയ്യുന്നത്, ഇതെല്ലാം പോസിറ്റീവ് സിംറ്റംസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ ഫീറ്റസിന്റെ ഫണ്ടസിന്റെ യൂട്രസിന്റെ ഫണ്ടസിന്റെ ഗ്രോത്ത് 20 വീക്സ് ആകുമ്പോൾ അംബിലിക്കസ് എത്തും, 36 വീക്സ് ആകുമ്പോൾ സിഫീസ് ക്ഷീണത്തിലെത്തും. ഓക്കെ, നെക്സ്റ്റ് വൺ റേഡിയേഷൻ സിക്നസ്. റേഡിയേഷൻ സിക്നസ് ഈസ് അതർവൈസ് നോൺ ആസ് റേഡിയേഷൻ പോയിസണിങ്. ഓക്കെ, ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. റേഡിയേഷൻ സിക്നസ് ഈസ് അതർവൈസ് നോൺ ആസ് റേഡിയേഷൻ പോയിസണിങ്. നെക്സ്റ്റ് വൺ ബാക്ക് ബോൺ ഓഫ് പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ്. വാട്ട് ഈസ് ബാക്ക് ബോൺ ഓഫ് പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ്? ഹോം വിസിറ്റിംഗ്. ഓക്കെ, ഹോം വിസിറ്റിംഗ്. ഈ ഓപ്ഷനിൽ ഹോം വിസിറ്റിംഗ് ആണ് ഉണ്ടായിരുന്നത്. ഇനി ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ആപ്റ്റായിട്ട് അതായിരിക്കും വരുന്നത്. ഏതാണോ ആപ്റ്റായിട്ട് വരുന്നത് അതനുസരിച്ച് നോക്കി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ദ ഡ്രൈനസ് ഓഫ് ഐ. ഡ്രൈനസ് ഓഫ് ഐ ഈസ് കാൾഡ് സീറോഫ്താൽമിയ. സീറോഫ്താൽമിയ എന്ത് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ് സീറോഫ്താൽമിയ. ഓക്കെ, വൈറ്റ് ഔട്ട് സ്പോട്ടും അതുപോലെയാണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ 1 ounce. 1 ounce എത്രയാണ്? 30 ml. 1 ounce is equal to 30 ml. Next one, lack of oxygen in blood. Lack of oxygen in blood is called anoxemia. Okay, anoxemia is a lack of oxygen in blood. ഇനി ഹൈപ്പോക്സി ഉണ്ട്. ലാക്ക് ഓഫ് ഓക്സിജൻ ടിഷ്യൂസ് ആണ്, മാറിപ്പോരുത്. ഹൈപ്പോക്സിയും ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഹൈപ്പോക്സി എടുത്ത് കൊടുത്താൽ അതായത് ടിഷ്യൂ ആണ് ഹൈപ്പോക്സിയ, ബ്ലഡിനകത്തുള്ളത് അനോക്സീമിയ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ദി നോർമൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ്. മീൻ നോർമൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ഈസ് 120 to 140 ബീറ്റ്സ് പെർ മിനിറ്റ്. നോർമൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് 120 to 140. നോർമൽ ബ്രീത്ത് എത്രയാണ്? 40 to 60 ആണ്. 40 to 60. നെക്സ്റ്റ് വൺ LMP വാസ് ഓൺ, ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് വാസ് ഓൺ 1st April 2040. ദെൻ EDD ഈസ്, EDD നമുക്കറിയാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നെക്കൽസ് ഫോർമുല വെച്ചിട്ട് 9 months പ്ലസ് 7 days ആണ്. ഓക്കെ, 9 months പ്ലസ് 7 days. നിങ്ങൾ ഈ ഇതിനോട് ആഡ് ചെയ്ത് നോക്കുമ്പോൾ 8th January 2015 വരും. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ TSH, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഈസ് സെക്രേറ്റഡ് ബൈ. TSH ഈസ് സെക്രേറ്റഡ് ബൈ പിറ്റ്യൂട്ടറി. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് TSH. ഇനി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രേറ്റ് ചെയ്യുന്ന 2 ഹോർമോണാണ് ഓക്സിറ്റോസിനും വാസോപ്രസിൻ. വാസോപ്രസിൻ ഈസ് അതർവൈസ് നോൺ ആസ് ADH. ഇത് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ, next one, the painful urination. Painful urination is called a dysuria. Painful menstruation is called a dysmenorrhea. Okay, dysu വരുന്നതെല്ലാം പെയിൻ ആണ്. ഡിസ്ഫേജിയ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ഇൻ സോളോയിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ വൈറ്റമിൻ ഇ ഈസ് നോൺ ആസ്, വൈറ്റമിൻ ഇ ഈസ് അതർവൈസ് നോൺ ആസ് ടോക്കോഫെറോൾ. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി വൈറ്റമിൻ എ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്. ഏതൊക്കെയാണ് അതർ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്? ADEK, ഈ 4 ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. അതേഴ്സ് വാട്ടർ സോലുബിൾ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടക്ക് ഓർത്ത് വയ്ക്കുക, അടക്ക്. നെക്സ്റ്റ് വൺ ഹോണി ഓർ ടോഡ് സ്കിൻ. ഹോണി അല്ലെങ്കിൽ ടോഡ് സ്കിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ടോർട്ടോയിസ് അതുപോലെ ഈ മുതല, ചീങ്കണി അതുപോലെയുള്ള ഹോണി അല്ലെങ്കിൽ ടോഡ് സ്കിൻസ് ഇല്ല. ഈസ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ് ഹോണി അല്ലെങ്കിൽ ടോഡ് സ്കിൻ. ദെൻ ഹാൻസൺസ് ഡിസീസ്. ഹാൻസൺസ് ഡിസീസ് അതർവൈസ് നോൺ ആസ് ലെപ്രസി. ലെപ്രസി എന്ന് പറയുന്നത് ഹാൻസൺ ഡിസീസ് ഏതാണ്? ലെപ്രസിയാണ്. ഓപ്ഷനിൽ ഫൈലേറിയാസിസ് വരുമ്പോൾ അത് മാറിപ്പോരുത്. ഫൈലേറിയാസിനും ലെപ്രസി നമ്മളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഹാൻസൺസ് ഡിസീസ്. ഇനി ഈ ലെപ്രസിയുടെ ടെസ്റ്റ് നമ്മൾ ഹിസ്റ്റമിൻ ടെസ്റ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ പെരിഫറൽ ന്യൂറോപ്പതിയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ദി ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് ഈസ് സീൻ ഇൻ. ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് ഈസ് സീൻ ഇൻ മാനിയ. ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്.
കണക്ഷൻ വേർഡ്സ് തമ്മിൽ കണക്ഷൻ ഉണ്ടാവും, വേർഡ്സ് തമ്മിലേ കണക്ഷൻ ഉണ്ടാവും, സെൻറ്റൻസ് തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്ന്. ജമ്പ് ചെയ്ത് അടുത്തടുത്ത സെൻറ്റൻസിലേക്ക് പോകും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓണ്ടൻസെട്രോൺ ഈസ് ആൻ ആൻറ്റി എമിറ്റിംഗ്. ഓണ്ടൻസെട്രോൺ എന്താണ്? നമ്മുടെ എമിസെറ്റ് ആണ്. എമിസെറ്റ് ആൻറ്റി എമിറ്റിക് ആണ്, വോമിറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ദി ഡിസീസ് ഓഫ് ഐ ഇൻ വിച്ച് ദി ഇൻട്രാ ഓക്കുലർ പ്രഷർ ഇൻക്രീസസ്. ഡിസീസ് ഓഫ് ഐ ഇൻ വിച്ച് ദി ഇൻട്രാ ഓക്കുലർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് നമുക്കറിയാം, ഗ്ലൂക്കോമ. ഗ്ലൂക്കോമയാണ്. ഇതിൻ്റെ പ്രഷറൊക്കെ എത്രയാണെന്നുള്ളതും സർജറി, ഗ്ലൂക്കോമ സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് എത്ര വേണമെന്നുള്ളത് എല്ലാം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് നോക്കി വയ്ക്കുക. Next one, introvert and extrovert. Introvert and extrovert are personality types described by Freud. ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും ആ ഒരു പേഴ്സണാലിറ്റി ഡിസ്ക്രൈബ് ചെയ്തതാണ്, ഫ്രൂയിഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ക്ലാസിക്കൽ ബാരൽ ഷേപ്ഡ് ചെസ്റ്റ്. ക്ലാസിക്കൽ ബാരൽ ഷേപ്ഡ് ചെസ്റ്റ് ഈസ് സീൻ ഇൻ പേഷ്യൻസ് വിത്ത് COPD. ഇത് മറന്നു പോയത്, ബാരൽ ചെസ്റ്റ് COPD ഉള്ള പേഷ്യൻസിനുള്ളതാണ് ബാരൽ ചെസ്റ്റ്. ഇതിൻ്റെ ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്ററും ട്രാൻസസ് ഡയമീറ്ററും തമ്മിലുള്ള റേഷ്യോ 1:1 ആണെന്ന് ഓർത്ത് വയ്ക്കുക. Next one, the corrective surgery for Hirschsprung disease. Corrective surgery for Hirschsprung disease is Duhamel's procedure. Hirschsprung disease and otherwise aganglionic megacolon ആണ്. ഇത് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട്. ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. ഹിർഷ്സ്പ്രങ് ഡിസീസ്, പൈലോറിക് സ്റ്റീനോസിസ്, അതുപോലെ ഇൻഡസെപ്ഷൻ, ഈ 3 കണ്ടീഷനിൽ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. ഓക്കെ, ഹിർഷ്സ്പ്രങ് ഡിസീസിൻ്റെ സ്റ്റൂളിൻ്റെ പ്രത്യേകത ഏതാണ്? റിബൺ ലൈക്ക് സ്റ്റൂളാണ്. ഓക്കെ, റിബൺ ലൈക്ക് സ്റ്റൂളാണ് ഹിർഷ്സ്പ്രങ് ഡിസീസ്. ഓക്കെ, ഇനി പൈലോറിക് സ്റ്റീനോസ് എന്താണ്? പ്രൊജക്ടൈൽ വോമിറ്റിംഗ്, നോൺ ബിലിയസ് പ്രൊജക്ടൈൽ വോമിറ്റിംഗ് വരുന്നത് പൈലോറിക് സ്റ്റീനോസിസ് ആണ്. അതിനകത്തൊരു ഒലിവ് മാസ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇൻഡസെപ്ഷൻ എന്താണ്? ഇൻഡസെപ്ഷൻ എന്ന് വെച്ചാൽ ടെലിസ്കോപ്പിംഗ് ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ് ഇൻഡസെപ്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്തുണ്ടാകുന്നത് സോസേജ് മാസ് ഷേപ്പാണ്. ഓക്കെ, സോസേജ് മാസ് ഷേപ്പ്, അതുപോലെ തന്നെ കറണ്ട് ജെല്ലി ലൈക്ക് സ്റ്റൂൾ. കറണ്ട് ജെല്ലി ലൈക്ക് സ്റ്റൂളാണ് ഇൻഡസെപ്ഷൻ. ഓക്കെ, ഇതെല്ലാം ഓർത്ത് വയ്ക്കുക. Next one, Ortolani test. Ortolani test is used to identify congenital congenital hip dislocation. Okay, ഇത് നമ്മൾ ന്യൂബോൺസിന് അസസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓർത്തോലാനി ടെസ്റ്റ്. അതുപോലെ തന്നെ ബാർലോ ടെസ്റ്റ്. രണ്ടും നമ്മുടെ ബേബി ഇങ്ങനെ കിടക്കുവാണെങ്കിൽ, സുപ്പൈൻ പൊസിഷനിൽ കിടക്കുവാണെങ്കിൽ ലെഗ് ഈ ഒരു മീഡിയൻ പൊസിഷനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ നമ്മളൊന്ന് ബെൻഡ് ചെയ്ത് നോക്കുക. ഒരു അഡക്ഷൻ കൊടുക്കുന്ന സമയത്ത് അഡക്ഷനാണ് ബെൻഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ അസറ്റാബിലെത്തുന്ന ഹിപ്പ് ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അതിനാണ് ഹിപ്പ് ഡിസ്ലൊക്കേഷൻ ചെയ്യുന്നത്. ന്യൂ ബോൺസിലാണ് അസസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫിയർ ഓഫ് ഹൈ പ്ലേസസ്. ഒരു ഫോബിയ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കും. ഞാൻ ഫോബിയ ഇതിനു മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഫിയർ ഓഫ് ഹൈ പ്ലേസസ് അക്രോഫോബിയാണ്. ഇനി ക്ലോസ്ഡ് സ്പേസസ് ക്ലോസ്ട്രോഫോബിയാണ്. ഓപ്പൺ സ്പേസസ് അഗോറോഫോബിയാണ്. ഓക്കെ, ഇത് മൂന്നും മറന്നു പോകരുത്. ഫിയർ ഓഫ് ഹൈ പ്ലേസസ് അക്രോഫോബിയ, ക്ലോസ്ഡ് സ്പേസസ് ക്ലോസ്ട്രോഫോബിയ, ഓപ്പൺ സ്പേസസ് അഗോറോഫോബിയ. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ബാരൽ ചെസ്റ്റിൻ്റെ ഒരു ഇമേജ് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നോർമൽ ചെസ്റ്റ്. നോർമൽ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസസ് ഡയമീറ്റർ ആയിരിക്കും എപ്പോഴും കൂടുതൽ. 1:2 എന്നുള്ള റേഷ്യോയിലായിരിക്കും നോർമൽ ചെസ്റ്റ്. അതായത് ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ 1ഉം ട്രാൻസസ് ഡയമീറ്റർ 2 ആയിരിക്കും, 1:2. ഈ ബാരൽ ചെസ്റ്റ് എന്ന് വെച്ചാൽ ബോത്ത് ഡയമീറ്റർ ഈക്വൽ ആവും. ഓക്കെ, ആൻഡ്രോപോസ്റ്റീരിയർ ട്രാൻസസ് ഡയമീറ്റർ ഈക്വൽ ആയ 1:1 റേഷ്യോയിലെത്തും. അതാണ് ബാരൽ ചെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് COPDയിലാണ് അങ്ങനെയുള്ള ചെസ്റ്റ് കാണുന്നത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വരുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷിംഗ് എ ഗുഡ് ലക്ക്.